അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അച്ചടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അച്ചടിയുടെ വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകൾ എന്തെല്ലാമാണ്, അച്ചടിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന ഉപരിപഠന സാധ്യതകൾ, അതുപോലെ തന്നെ തൊഴിൽ മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അച്ചടിച്ച് നമ്മുടെ കൈവശം എത്തുന്ന, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പല വസ്തുക്കളെയും നമ്മൾ പരിചയപ്പെട്ടു. അത്തരത്തിൽ അച്ചടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അച്ചടി അല്ലെങ്കിൽ അച്ചടിയുടെ ചരിത്രം, അച്ചടിയുടെ നിർവചനം എന്താണ്, അതുപോലെ തന്നെ ഒരു അച്ചടി പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്രോസസ് അത് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മുടെ കൈവശം എത്തുക, ഈ അച്ചടി അല്ലെങ്കിൽ അച്ചടി എന്ന് പറയുന്ന ഈ ഒരു മാധ്യമം മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രിന്റിങ്ങിന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വിദ്യയുടെ ഉത്ഭവം, അത് പിന്നീടുണ്ടായ കാലഘട്ടത്തിനനുസരിച്ചുണ്ടായ മാറ്റങ്ങൾ, വികസനം എന്നതിനെ കുറിച്ചാണ്. ഏതാണ്ട് BC 255 കാലഘട്ടത്തിൽ, BC 255 കാലഘട്ടത്തിൽ ചൈനയിലെ ഹാൻ ഡൈനാസ്റ്റി അവര് സിറാമിക് സീലുകൾ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന റബ്ബർ സീലുകൾ പോലുള്ള ഒരു സീല് ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു. ഏതാണ്ട് 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനക്കാര് സിറാമിക് സീലുകൾ ഉണ്ടാക്കി ഒഫീഷ്യൽ ഡോക്യുമെന്റുകളെല്ലാം അവര് ആ കാലഘട്ടത്തിൽ സൈൻ ചെയ്തിരുന്നു. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഇത്തരത്തിലുള്ള സീലുകൾ അത് തയ്യാറാക്കി അവര് ഒഫീഷ്യൽ ഡോക്യുമെന്റുകളെല്ലാം സൈൻ ചെയ്തു വന്നു. അതുപോലെ തന്നെ പിന്നീട് AD 953 കാലഘട്ടത്തിൽ ചൈനയിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് പ്രിന്റിംഗും ആരംഭിച്ചു. വലിയ ബ്ലോക്കുകളിലും മറ്റും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അവ അച്ചടിക്കുന്നതിലേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് അച്ചടിയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് പ്രിന്റിങ്ങിന്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്നത് 1950 ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു വലിയ കണ്ടുപിടുത്തത്തിലൂടെ നടത്തി. മൂവബിൾ ആയിട്ടുള്ള ടൈപ്പുകൾ, മെറ്റൽ ടൈപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം അച്ചടിച്ചു. അങ്ങനെ പ്രിന്റിങ്ങിന്റെ ഒരു വലിയ ഒരു കണ്ടുപിടുത്തം, വലിയ ഒരു വളർച്ചയ്ക്കൊരു നാന്ദി അദ്ദേഹം കുറിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കാണുക. അദ്ദേഹം തന്റെ പ്രിന്റിംഗ് പ്രസ് ഉപയോഗിച്ച് എടുത്തു മാറ്റാൻ സാധിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം അച്ചടിച്ചത് എങ്ങനെയാണെന്ന് ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഒരു ആനിമേറ്റഡ് വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അദ്ദേഹം തന്റെ പ്രസിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സബ്സ്ട്രാക്ട് വെക്കുന്നു. സബ്സ്ട്രാക്ട് എന്ന് നിങ്ങൾക്കറിയാം, നമുക്ക് തുടർന്ന് നമ്മൾ പഠിക്കും എന്താണ് സബ്സ്ട്രാക്ട് എന്നുള്ളത്. അച്ചടിച്ചെടുക്കുന്ന പേപ്പറിനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള സബ്സ്ട്രാക്റ്റിലേക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് കരിയറിൽ നിന്നും ഇമേജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന ടൈപ്പുകൾ അദ്ദേഹത്തിന്റെ പ്രസിൽ ആദ്യം വെക്കുന്നു. ഈ ഒരു വീഡിയോയുടെ മറ്റൊരു വേർഷൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് കാണാം. ഇങ്ങനെ ഉള്ള ടൈപ്പുകളിൽ പ്രത്യേക മഷി പരത്തുന്ന ഉപകരണം ഉപയോഗിച്ച്
മഷി പുരട്ടി കൊടുക്കുന്നു. അക്ഷരങ്ങളിലെല്ലാം കൃത്യമായി മഷി പുരട്ടി കൊടുക്കുന്നു. പിന്നീട് അച്ചടിച്ചെടുക്കേണ്ട പേപ്പർ കൃത്യമായി വരത്തക്ക രീതിയിൽ ഫ്രെയിമിൽ ഉറപ്പിച്ച് അതിനെ അച്ചടി യന്ത്രത്തിനടിയിലേക്ക് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന ഒരു യന്ത്രത്തിനടിയിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ച് ഒരു പ്രത്യേക പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഒരു പ്രഷർ സബ്സ്ട്രാക്റ്റിലേക്കോ അല്ലെങ്കിൽ പേപ്പറിലേക്കും ഇമേജ് കരിയറിലേക്കും അപ്ലൈ ചെയ്യുന്നു. അത്തരത്തിൽ ഇമേജ് സബ്സ്ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലായിരുന്നു ജോഹനാസ് ഗുട്ടൻബർഗിന്റെ പ്രസ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഒരു വലിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം, ഈ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തിന് ഒരു വലിയ ടൈറ്റിൽ, ഒരു വലിയ സ്ഥാനം നേടിക്കൊടുത്തു. എന്താണെന്നറിയാമോ ആ സ്ഥാനം? അദ്ദേഹം പ്രിന്റിംഗിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് ജോഹനാസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. പിന്നീട് 1796 കാലഘട്ടത്തിൽ ജർമ്മൻകാരനായ അലോയിസ് സെനിഫീൽഡർ എന്ന വ്യക്തി ഓഫ്സെറ്റ് ലിത്തോഗ്രാഫി എന്ന പ്രിന്റിംഗ് പ്രോസസ് കണ്ടുപിടിച്ചു. നമ്മൾ ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഓഫ്സെറ്റ് അച്ചടിയുടെ ആദ്യ രൂപമായി ഓഫ്സെറ്റ് ലിത്തോഗ്രാഫി കണക്കാക്കപ്പെടുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് കാണാം. തയ്യാറാക്കിയ അല്ലെങ്കിൽ ചില പ്രത്യേക പ്രോസസ്സുകളിലൂടെ മിനുക്കിയെടുത്ത കല്ലായിരുന്നു അദ്ദേഹം ഇമേജ് കരിയറായി ഉപയോഗിച്ചു വന്നിരുന്നത്. അത്തരം ഇമേജ് കരിയറുകളിൽ ചിത്രങ്ങൾ വരച്ചിട്ട് അദ്ദേഹം ഈ ഒരു പ്രിന്റിംഗ് പ്രോസസ് പൂർത്തീകരിച്ചു. ഒരു പ്രത്യേക തത്വത്തിന് അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രിന്റിംഗ് പ്രവർത്തനം നടന്നിരുന്നത്. ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് ടുഗദർ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അച്ചടി രീതിയുടെ അടിസ്ഥാന തത്വം. അതായത് എണ്ണയും വെള്ളവും കൂടിക്കലരില്ല എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം ഈ പ്രിന്റിംഗ് പ്രോസസ് വിഭാവനം ചെയ്തത്. 1796 ഈ കണ്ടുപിടുത്തം ഇന്ന് നമ്മൾ കാണുന്ന അച്ചടിയുടെ വലിയ വളർച്ചയുടെ ഒരു തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് 1903 ഇറാ റൂബൻ എന്ന അമേരിക്കക്കാരൻ അദ്ദേഹം ഓഫ്സെറ്റ് ലിത്തോഗ്രാഫിയുടെ പുതിയ ഒരു വേർഷൻ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസിന്റെ രൂപമാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സുകളുടെ എല്ലാം അടിസ്ഥാനപ്പെട്ട രൂപമെന്ന് പറയപ്പെടുന്നത്. 3 സിലിണ്ടറുകളിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രിന്റിംഗ് പ്രസിന്റെ പ്രവർത്തനം നടത്തി വന്നിരുന്നത്. ഒരു പ്ലേറ്റ് സിലിണ്ടർ അല്ലെങ്കിൽ ഒരു ഇമേജ് കരിയറിനെ വഹിക്കുന്ന സിലിണ്ടർ, അതുപോലെ തന്നെ ഇതിനെ സ്വീകരിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് സിലിണ്ടർ, കൂടാതെ ഈ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇംപ്രഷൻ സിലിണ്ടർ. ഇങ്ങനെ 3 സിലിണ്ടറുകളുടെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ അച്ചടി യന്ത്രത്തെ രൂപകൽപ്പന ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിന്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടുപിടുത്തം മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ വളർച്ചയിൽ വരുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പ്രിന്റിംഗ് എന്ന പ്രോസസ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആശയങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് വെർബലിയാണ്, വായിലൂടെ, സംസാരത്തിലൂടെയായിരുന്നു. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ സംസാരത്തിലൂടെ പറഞ്ഞു വരുന്നതിന്റെ ആശയം ഒന്നിലധികം ആളുകളിലൂടെ കൈമാറ്റം ചെയ്യുമ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട് പുതുതായി കേൾക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻസ് കൂടി അതിൽ ചേർത്ത് അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റാറുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമേ പറയുന്ന ആൾ എന്താണോ ഉദ്ദേശിച്ചത് എന്നതിൽ നിന്നും 4, 5, 6 ആളുകളിലേക്ക് എത്തുമ്പോഴേക്കും അത് പൂർണ്ണമായും മാറി പുതിയ ഒന്നായി മാറിയിട്ടുണ്ടാവും. അത്തരത്തിലൊരു ആശയത്തെ പ്രിന്റിങ്ങിന് മുൻപ് നമുക്ക് ശേഖരിച്ചു വെക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ
ഒരു കൂട്ടം ആളുകളോട് അല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരോട് ഒരാശയം പങ്കുവെക്കുക എന്നതും ഈ പ്രിന്റിങ്ങിന് മുൻപ് വളരെ വൈഷമ്യമേറിയ ഒരു കാര്യമായിരുന്നു. പലരിലൂടെ പലവട്ടം നമ്മളിത് ഇക്കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടിയിരുന്നു. എന്നാൽ പ്രിന്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെ ഇത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളെയും ഒരു മാറ്റവും വരുത്താതെ ശേഖരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒരാൾ വായിച്ച അല്ലെങ്കിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിലുള്ള കാര്യം ഒരാളല്ല 100 ആൾ വായിച്ചാലും അല്ലെങ്കിൽ 1000 ആൾ വായിച്ചാലും അല്ലെങ്കിൽ 1,00,000 ആൾ വായിച്ചാലും അതിന് ആശയത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല എന്നതാണ് ഈ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇനി നമുക്ക് പ്രിന്റിംഗ് എന്ന പദത്തിന്റെ നിർവചനം, ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പ്രിന്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ ഗ്രാഫിക് ഇമേജ്. അതായത് ഈ പ്രോസസ് അല്ലെങ്കിൽ ഇതൊരു നിർമ്മാണ പ്രക്രിയയാണ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഒരു ഗ്രാഫിക് ഇമേജിന്റെ ഒന്നിലധികം കോപ്പികൾ, അത് 100 ആവാം, 1000 ആവാം, ലക്ഷങ്ങളാവാം, എത്രയും ആവാം, അത്തരത്തിൽ ഒന്നിലധികം കോപ്പികൾ അതേ രൂപത്തിൽ അതേ സ്വഭാവത്തിൽ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് പ്രിന്റിങ്ങിനെ നമ്മൾ വിലയിരുത്തുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോസസ് അത് നടക്കുന്നത് ഒരു ഇമേജ് കരിയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഒരു ഇമേജ് കരിയർ അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്ലേറ്റ് എന്ന ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ മാനുഫാക്ചറിംഗ് പ്രോസസ് നടക്കുക. അപ്പൊ ഇമേജ് കരിയർ എന്താണെന്ന് നോക്കാം. ഇമേജ് കരിയർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അത് നമ്മുടെ ഇമേജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം. ഈ ഒരു മീഡിയത്തിൽ നിന്നും മഷിയുടെ സഹായത്തോടു കൂടി മറ്റൊരു പ്രതലത്തിലേക്ക്, ഒരു സബ്സ്ട്രാക്റ്റിലേക്ക്, അത് പേപ്പർ ആവാം മറ്റെന്തുമാവാം, അതിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഇമേജ് കരിയറിൽ നിന്നും ഒരു സബ്സ്ട്രാക്റ്റിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് സബ്സ്ട്രാക്ട്? സബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് മഷിയെ സ്വീകരിക്കുന്ന മെറ്റീരിയൽ എന്താണോ, ഇമേജ് കരിയറിൽ നിന്നും മഷിയെ സ്വീകരിക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇമേജ് കരിയറിൽ നിന്നും സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വസ്തുവാണ് പ്രിന്റിങ്ങിന്റെ സബ്സ്ട്രാക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഇങ്ക് എന്ന് നമുക്ക് നോക്കാം. ഇങ്ക് എന്ന് പറയുന്നത് ഒരു കളേർഡ് സബ്സ്റ്റൻസ് ആണ്, കളറ് നൽകുന്ന ഒരു വസ്തുവാണ്. ഈ കളറാണ് ഇമേജായി നമ്മുടെ സബ്സ്ട്രാക്റ്റിലേക്ക് മാറുന്നത്. അപ്പൊ പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. ഈ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഒരു ഇമേജ് കരിയറിൽ നിന്നും ചിത്രത്തെ അല്ലെങ്കിൽ ആ ഇമേജ് കരിയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജിനെ സബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇങ്ക് എന്ന് പറയുന്ന കളറിംഗ് സബ്സ്റ്റൻസ് ആണ്. ഈ ഇങ്കാണ് ഇമേജായി നമ്മുടെ സബ്സ്ട്രാക്റ്റിലേക്ക് മാറ്റപ്പെടുന്നത്. ഏതൊരു പ്രിന്റിംഗ് ജോലി ആയിരുന്നാലും അത് ഏറ്റവും ഗുണമേന്മയോടെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചില പ്രൊസീജിയറുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇത്തരം പ്രൊസീജിയറുകളെ പ്രിന്റിങ്ങിന്റെ പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോ എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോ പ്രൊസീജിയറുകൾ ഏതാണ്ട് 7 സ്റ്റെപ്പുകളായിട്ടാണ് നാം പൂർത്തീകരിക്കുന്നത്. അതിലൊന്നാമത്തെ ഘട്ടമാണ് ഐഡിയ ആൻഡ് കൺസെപ്റ്റ് എന്നുള്ളത്. ഐഡിയ ആൻഡ് കൺസെപ്റ്റ് ഈ സ്റ്റെപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലാണ് ആ പ്രോഡക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് നമുക്ക് അച്ചടിച്ചെടുക്കേണ്ടത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു.
ഈ ഒരു പ്രോഡക്റ്റ് അതിന്റെ പർപ്പസ്, അതിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ ഒരു വസ്തുവിന്റെ ലക്ഷ്യം എന്താണ്, ദ ഗോൾ ഓഫ് ദ പ്രോഡക്റ്റ്, ആ ലക്ഷ്യം എന്താണെന്ന് ഐഡിയ ആൻഡ് കൺസെപ്റ്റ് എന്ന ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ ഓഡിയൻസ്, ഇത് വായിക്കേണ്ട, ഇത് ലഭിക്കേണ്ട ഇതിന്റെ കസ്റ്റമർ അതാരാണ് എന്നത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. കൂടാതെ നമുക്ക് ഇത് അച്ചടിച്ച് നമുക്ക് തരേണ്ട പ്രൊഡക്ഷൻ ടീമിനെ പോലും ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇത് അച്ചടിച്ചെടുക്കേണ്ടത് എന്നതും ഐഡിയ ആൻഡ് കൺസെപ്റ്റ് എന്ന സ്റ്റെപ്പിൽ നമ്മൾ തീരുമാനിക്കുന്നു. ഡിഫൈനിങ് ദ പ്രോഡക്റ്റ്, ഡിഫൈനിങ് ദ പർപ്പസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഡിഫൈനിങ് ദ ഗോൾ ഓഫ് ദ പ്രോഡക്റ്റ്, അനലൈസിങ് ദ ഓഡിയൻസ്, then identifying the production team and selecting the substract. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പ്രൊസീജിയറായ ഐഡിയ ആൻഡ് കൺസെപ്റ്റ് എന്ന സ്റ്റെപ്പിൽ തന്നെ പൂർത്തീകരിക്കുന്നു. പിന്നീട് നമ്മുടെ പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയുടെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്നറിയപ്പെടുന്നത് ക്രിയേറ്റീവ് വർക്ക് എന്നതാണ്. ക്രിയേറ്റീവ് വർക്ക്, നമ്മളുടെ പ്രിന്റ് ചെയ്തെടുക്കേണ്ട വസ്തുവിന്റെ ഡിസൈൻ, അത് ക്രിയേറ്റീവ് വർക്ക് എന്ന സെക്ഷനിൽ നമ്മൾ എന്താ പറയാ ഡിസൈൻ ചെയ്തെടുക്കുന്നു. ദെൻ അതിനകത്ത് വേണ്ട ടൈപ്പ് സ്റ്റൈലുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് വെക്കേണ്ട ഇമേജുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ മറ്റ് സ്പെസിഫിക്കേഷനുകളെല്ലാം നമ്മൾ ഇവിടെ വെച്ച് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക് എന്ന സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന്റെ ഏത് പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ അച്ചടിക്കേണ്ടത്, ഏതെല്ലാം നിറങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ദെൻ എന്ത് സ്റ്റൈൽ ബൈൻഡിങ് ആണ്, ബൈൻഡ് ചെയ്യേണ്ട വസ്തുവാണെങ്കിൽ അത് ഏത് തരത്തിൽ ബൈൻഡിങ് ആണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, ദെൻ അതിന്റെ ഫിനിഷിംഗ് മെത്തേഡുകൾ എന്തെല്ലാമാണ്, ദെൻ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ്, നമുക്ക് ഇതിന് എത്ര ചിലവ് വരും എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ് വർക്ക് എന്ന സ്റ്റെപ്പിൽ നമ്മൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് ഇതിനകത്ത് നമ്മൾ വയ്ക്കുന്ന രണ്ട് തരത്തിലുള്ള മാറ്ററുകളെ നമ്മൾ തിരിച്ചറിയുന്നു. രണ്ട് തരത്തിലുള്ള മാറ്ററുകളാണ് നമ്മൾ ഇതിൽ വെക്കുക. ഒന്ന് ഒരു കോപ്പി എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എലമെന്റ് ആണ്. നമ്മളുടെ അക്ഷരങ്ങൾ അടങ്ങിയ, വാക്കുകൾ അടങ്ങിയ ടെക്സ്റ്റ് എലമെന്റിനെയാണ് നമ്മൾ കോപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ തയ്യാറാക്കുന്നത് ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്ന സ്റ്റെപ്പിലാണ്. രണ്ടാമത്തേത് ആർട്ട് വർക്കാണ്. ആർട്ട് വർക്ക് എന്ന് വെച്ചാൽ ദ ഗ്രാഫിക് എലമെന്റുകൾ, നമ്മുടെ ചിത്രങ്ങൾ, അതിനകത്ത് നമ്മുടെ പ്രിന്റ് ചെയ്തെടുക്കേണ്ട പ്രോഡക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചിത്രങ്ങൾ. കോപ്പി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട അക്ഷരങ്ങൾ, വാക്കുകൾ, സെന്റൻസുകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ ആർട്ട് വർക്കുകൾ, നമ്മുടെ വർക്കിനകത്ത് നമ്മൾ വെക്കേണ്ട ചിത്രങ്ങൾ, ഗ്രാഫിക് എലമെന്റുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ആർട്ട് വർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ് സാധാരണയായി ഒരു പ്രിന്റ് ചെയ്തെടുക്കുന്ന മെറ്റീരിയലിൽ നമ്മൾ ഉൾപ്പെടുത്തുക. രണ്ട് തരത്തിലുള്ള ആർട്ട് വർക്കുകൾ. ഒന്ന് ലൈൻ ആർട്ട് വർക്കുകൾ. എന്താണ് ലൈൻ ആർട്ട് വർക്കുകൾ? ഒരു ഗ്രാഫിക് ഡിസൈനർ അദ്ദേഹം വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റ് അദ്ദേഹം വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ്, ഒരു പേനയും മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ പെൻസിലും മറ്റും ഉപയോഗിച്ച് അദ്ദേഹം വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് ലൈൻ ആർട്ട് വർക്ക് എന്ന് നമ്മൾ വിളിക്കുക. രണ്ടാമത്തേത് കണ്ടിന്യൂസ് ടോൺ കോപ്പിയാണ്. കണ്ടിന്യൂസ് ടോൺ കോപ്പി എന്ന് വെച്ചാൽ അത് ഒരു ഫോട്ടോഗ്രാഫ് തന്നെയാണ്. ഒരു ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന എല്ലാ വിധത്തിലുള്ള ടോണുകളും കണ്ടിന്യൂസ് ടോൺ ഇമേജ് എന്ന് അറിയപ്പെടുന്നു. എല്ലാ വിധത്തിലുള്ള ടോണുകളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അതിന്റെ ഗ്രഡേഷൻസ് ഡാർക്ക് ടു ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തു നിന്നും വളരെ ഡാർക്ക് ആയിട്ടുള്ള എലമെന്റുകൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു ഫോട്ടോഗ്രാഫിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടോൺ കോപ്പി എന്ന് വിളിക്കുക. ഇത് നിങ്ങൾ ചിത്രം കാണുന്നുണ്ടല്ലേ? ഈ ചിത്രമാണ് ഒരു ലൈൻ ആർട്ട് വർക്കിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ മറ്റും ലൈനുകൾ ഉപയോഗിച്ച് നമ്മൾ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് ലൈൻ ആർട്ട് വർക്ക് എന്ന് നമ്മൾ വിളിക്കുക. കണ്ടിന്യൂസ് ടോൺ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഫോട്ടോഗ്രാഫാണ്. ഈ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം,
വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, വളരെ ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ഒരു മിഡിൽ ടോൺ അതിലുണ്ട്. വളരെ ഡാർക്ക് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം വളരെ ലൈറ്റ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കോട്ട് ശ്രദ്ധിക്കും, അത് വളരെ ഡാർക്കാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ചില ഭാഗം വളരെ ലൈറ്റ് ആയിട്ടുണ്ട്, ചിലത് കുറച്ചൊരു മിഡിൽ ടോൺ ആണ്, പിന്നീട് അത് ഡാർക്കായി മാറുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ടോണുകൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളെയാണ് കണ്ടിന്യൂസ് ടോൺ കോപ്പി എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കോപ്പികളെല്ലാം നമ്മൾ ക്രിയേറ്റീവ് വർക്ക് എന്ന ഈ ഒരു എന്താ പറയുക പ്രൊസീജിയറിൽ നമ്മുടെ ചിത്രത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നു. പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയുടെ അടുത്ത സ്റ്റെപ്പാണ് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ. എന്താണ് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരിക എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ ഓഫ് ദ ഓതേഴ്സ് മാനുസ്ക്രിപ്റ്റ്. ഓതർ അദ്ദേഹം കൈകൊണ്ട് എഴുതി തന്നിരിക്കുന്ന വസ്തുവിന്റെ ഫൈനൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആ തെറ്റുകളെല്ലാം നമുക്ക് തിരുത്തേണ്ടതുണ്ട്. അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, അതിനകത്ത് ചിത്രങ്ങൾ വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ, കൃത്യമായ ചിത്രങ്ങൾ തന്നെയാണോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുക. നമുക്കറിയാം ഇത് ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ്. ഇത്തരത്തിൽ തെറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, തിരുത്തി അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പ്രോസസ്, അത് എഡിറ്റിംഗ് എന്ന് അറിയപ്പെടുന്നു. പിന്നെ എഡിറ്റിങ്ങിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് കണ്ടന്റ് എഡിറ്റിംഗ് ആണ്, രണ്ടാമത്തേത് കോപ്പി എഡിറ്റിംഗ് ആണ്. എന്താണ് കണ്ടന്റ് എഡിറ്റിംഗ് എന്ന് നോക്കാം. കണ്ടന്റ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന വസ്തുവിൽ അത് അപ് ടു ഡേറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് ടെക്നിക്കലി അക്യുറേറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐഡിയയും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ എഡിറ്റിംഗ് കോപ്പി എഡിറ്റിംഗ് ആണ്. കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടന്റ് എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന എഡിറ്റിംഗ് ആണ്. ഇതിൽ നമ്മൾ അതിനകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമ്മൾ പരിശോധിക്കുന്നു, അതിനകത്തുള്ള മാർക്കുകൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടോ. നമുക്കറിയാം ചിലപ്പോൾ കോമ വേണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വേണം, ചിലപ്പോൾ എന്താ പറയുക ഇൻവേർട്ടഡ് കോമകൾ വേണം, പലതും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള മാർക്കുകൾ അവ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നമ്മുടെ സ്റ്റൈൽ, ഇമേജിന്റെ സ്റ്റൈൽ കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നു. ഗ്രാമറുകൾ എല്ലാം കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഇങ്ങനെ ക്രിയേറ്റീവ് പ്രൊഡക്ഷനിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ പൂർത്തീകരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയിലെ അടുത്ത പ്രൊസീജിയർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ചാണ്. എന്താണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പൂർത്തീകരിക്കുക. അവ പ്രീപ്രസ്, പ്രൊഡ്യൂസ് ദ പ്രിന്റിംഗ് പ്ലേറ്റ്, പ്രസ് എന്നിങ്ങനെയാണ്. 3 സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയിലെ സ്റ്റെപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രീപ്രസ് വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രീപ്രസ് വർക്ക് എന്ന് പറയുന്നത് ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പേജ് കമ്പോസിഷൻ, ഫോട്ടോ കൺവേർഷൻ, കളർ സെപ്പറേഷൻ, ഇമേജ് അസംബ്ലി മുതലായ ചില സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കുന്നതാണ്. പ്രീപ്രസ് വർക്കിലാണ് പേജ് കമ്പോസിഷൻ, ഫോട്ടോ കൺവേർഷൻ, കളർ സെപ്പറേഷൻ, ഇമേജ് അസംബ്ലി മുതലായ സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവ ഓരോന്നും എന്തെല്ലാമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. പേജ് കമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ടൈപ്പുകൾ, ഇമേജുകൾ എന്നിവ ഒരു പേജിൽ കൃത്യമായി ക്രമപ്പെടുത്തുക എന്നതാണ്. ഒരു കൃത്യമായ നമ്മുടെ ഒരു പേജ് ലേഔട്ടിൽ നമ്മുടെ ടൈപ്പുകളെ, ഇമേജുകളെല്ലാം ക്രമപ്പെടുത്തി വയ്ക്കുക എന്നതാണ് പേജ് കമ്പോസിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പണ്ട് മെക്കാനിക്കലായി ചെയ്തിരുന്ന ഈ ഒരു പ്രോസസ് അത് ഇലക്ട്രോണിക് ആയി മാറിയിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫുകളായാലും ടെക്സ്റ്റുകളായാലും മറ്റും നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ പേജ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പേജുകളിലേക്ക് കൃത്യമായി ടൈപ്പുകൾ, ഇമേജുകൾ എന്നിവ ലേഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പേജ് കമ്പോസിഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫോട്ടോ കൺവേർഷൻ. ഫോട്ടോ കൺവേർഷൻ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് മെറ്റീരിയലിലേക്ക് നമ്മളുടെ ഒറിജിനൽ ഇമേജിനെ നമ്മൾ പകർത്തുന്നു. പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ഒരു ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോ കൺവേർഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കളർ സെപ്പറേഷൻ ആണ്. നമുക്കറിയാം, ഏതൊരു കണ്ടിന്യൂസ് ടോൺ ഫോട്ടോഗ്രാഫ് ആയിരുന്നാലും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കണ്ടിന്യൂസ് ടോൺ കളർ ഫോട്ടോഗ്രാഫ്, അത് കൃത്യമായി നമുക്ക് അച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്, സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്, ഈ 4 നിറങ്ങൾ വേർതിരിച്ചെടുത്ത് വേണം നമുക്ക് അച്ചടിക്കാനായിട്ട്. അപ്പൊ അത്തരത്തില് ആ ഒരു ഒറിജിനൽ കളർ ചിത്രത്തിലുള്ള സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ കളറുകളെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫിലിമുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് കളർ സെപ്പറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇമേജ് അസംബ്ലി ആണ്. നമ്മുടെ ലൈൻ, അതുപോലെ ലൈൻ ആർട്ട് വർക്ക്, അതുപോലെ തന്നെ ഹാഫ് ടോൺ ആർട്ട് വർക്ക്, ടെക്സ്റ്റ് എന്നിവയെല്ലാം കൃത്യമായി പേജിന്റെ രൂപത്തിൽ, ഒരു പേജിന്റെ രൂപത്തിൽ ക്രമപ്പെടുത്തി അടുക്കുന്ന പ്രോസസ്സിനെയാണ്. അപ്പൊ ഒന്നിലധികം പേജുകളൊക്കെ നമ്മൾ ഒരു ഇമേജ് കരിയറിൽ തന്നെ നമുക്ക് അച്ചടിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്രമപ്പെടുത്തി ഓരോ പേജിനും കണക്കാക്കി കൃത്യമായ ഇമേജ്, ലൈൻ ഇമേജുകളാവാം, ഹാഫ് ടോൺ ഇമേജുകളാവാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകളാവാം, എന്ത് തന്നെ ആയിരുന്നാലും അവയെല്ലാം ക്രമപ്പെടുത്തി അടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രീപ്രസ് വർക്ക് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഇമേജ് അസംബ്ലി എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീപ്രസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ സാധാരണയായി ചെയ്തു വരുന്നത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രൊഡ്യൂസ് ദ പ്രിന്റിംഗ് പ്ലേറ്റ്. അതായത് ഇമേജ് കരിയറിനെ നമ്മൾ തയ്യാറാക്കുന്ന പ്രോസസ്സാണ് പ്രൊഡ്യൂസ് ദ പ്രിന്റിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ഇമേജ് കരിയർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇമേജ് കരിയർ നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതാണ് പ്രിന്റിംഗ് പ്ലേറ്റ്. അദ്ദേഹം കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന സാധനമാണ് പ്രിന്റിംഗ് പ്ലേറ്റ്. ആ പ്രിന്റിംഗ് പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് ഇമേജുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു CTP സംവിധാനത്തിലൂടെ ആ പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു CTP സംവിധാനത്തിലേക്ക് ആ പ്ലേറ്റ് നമ്മൾ കടത്തിവിടുന്നു. ആ പ്ലേറ്റ് ഉള്ളിലേക്ക് കടന്നുപോയി ചില പ്രത്യേക പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രിന്റിംഗ് പ്ലേറ്റ് തയ്യാറായി നമുക്ക്, അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്ത ഒരു പ്ലേറ്റ് നമുക്ക് പുറത്തേക്ക് കിട്ടും. നമുക്ക് നേരത്തെ കടന്നുപോയ പ്ലേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ചില ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേറ്റ് ആണ് ഇപ്പോൾ നമുക്കത് പുറത്തേക്ക് നമുക്ക് വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് പ്ലേറ്റ് തയ്യാറാക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡ്യൂസ് ദ പ്രിന്റിംഗ് പ്ലേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. ഇതും ശരിക്കും പറഞ്ഞാൽ പ്രീപ്രസിന്റെ ഒരു ഭാഗമായി തന്നെ വരുന്നു. എന്നിരുന്നാൽ തന്നെയും പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയിൽ നമ്മൾ ഇത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഭാഗമായി ഒരു പ്രത്യേക സ്റ്റെപ്പായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പ്ലേറ്റ് ആണ് പിന്നീട് നമ്മൾ അച്ചടിക്ക് വേണ്ടി നമ്മുടെ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് മാറ്റുകയും പ്രസ് വർക്കിലൂടെ ഇമേജ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത്. അടുത്തത് പ്രസ് വർക്കാണ്. ആക്ച്വൽ ഇമേജ് പ്രോസസ് സംഭവിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. യഥാർത്ഥത്തിൽ ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് പ്രസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമ്മുടെ പ്ലേറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ നമ്മുടെ പ്ലേറ്റ് ആ പ്രസ്സിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള മഷികൾ, ഇങ്ക്, നമുക്കല്ല ഇമേജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ട ഇങ്ക് നമ്മൾ ആ പ്രസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ മഷി സബ്സ്ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഇമേജ് കരിയറിലൂടെ സബ്സ്ട്രാക്റ്റിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ നോക്കുക, അത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ പേപ്പറുകളിലേക്ക്, ഇത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പേപ്പറുകൾ നമ്മൾ അച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ
ഇൻഫീഡ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നമ്മൾ ക്രമത്തിൽ അടുക്കി വെക്കുന്നു. അതിനെ പിന്നീട് പ്രിന്റിംഗ് പ്രസ്സിനകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടാണ് നമ്മളുടെ അച്ചടി നമ്മൾ പൂർത്തീകരിക്കുക. അപ്പൊ നമുക്ക് കാണാം, പേപ്പർ പ്രിന്റിംഗ് പ്രസ്സിലേക്ക്, ആക്ച്വൽ പ്രിന്റിംഗ് പ്രോസസ്സിന് വേണ്ടി പ്രിന്റിംഗ് പ്രസ്സിലേക്ക് രജിസ്റ്റർ ചെയ്ത്, കൃത്യമായ ഒരു ക്രമത്തിൽ രജിസ്റ്റർ ചെയ്ത് വേണം നമുക്ക് അത് അച്ചടിക്ക് വേണ്ടി തയ്യാറാക്കാനായിട്ട്. അത്തരത്തിലേക്ക് പ്രസ്സിനകത്തേക്ക് അത് ആ പേപ്പർ അല്ലെങ്കിൽ ആ സബ്സ്ട്രാക്ട് കടന്നു പോകുന്നു. ഇത്തരത്തിൽ കടന്നു പോകുന്ന സബ്സ്ട്രാക്ട് പിന്നീട് ഇമേജ് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നു. ഇതാണ് ആക്ച്വൽ പ്രിന്റിംഗ് അല്ലെങ്കിൽ പ്രസ് പ്രോസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഒരു സബ്സ്ട്രാക്ട് നമ്മൾ പ്രസ്സിനകത്ത് ഒരു ഭാഗത്തോടെ കടത്തി വിടുമ്പോൾ അച്ചടിച്ച് ആ സബ്സ്ട്രാക്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് നമുക്ക് ലഭിക്കുന്നു. പ്രസ്സുകളെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രസ്സുകളെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ 2 തരത്തിലുള്ള പ്രിന്റിംഗ് പ്രസ്സുകളാണ് ഉള്ളത്. ഒന്ന് ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സുകൾ, 2 വെബ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സുകൾ. ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് എന്താണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഷീറ്റുകളായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഷീറ്റുകളായി പേപ്പറുകൾ പ്രസ്സിനകത്തേക്ക് കടന്നു പോവുകയും അവ അച്ചടിച്ച് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പ്രിന്റിംഗ് പ്രസ്സുകളെയാണ് നമ്മൾ ഷീറ്റ് ഫെഡ് പ്രസ്സുകൾ എന്ന് വിളിക്കുക. ഇനി വെബ് ഓഫ്സെറ്റ് പ്രസ്സുകളോ, ഒരു റോൾ ആയിട്ടുള്ള പേപ്പറുകൾ, റിബൺ പോലെ, ഒരു ലോങ് റിബൺ പോലെ ഒരു വെബ് ആയിട്ടുള്ള പേപ്പർ, ഒരു കണ്ടിന്യൂസ് റോൾ ആയിട്ടുള്ള പേപ്പർ നമ്മൾ അച്ചടിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രിന്റിംഗ് പ്രസ്സുകളെയാണ് നമ്മൾ വെബ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സുകൾ എന്ന് വിളിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പ്രസ്സുകൾ മൾട്ടി കളർ പ്രസ്സുകൾ എന്നറിയപ്പെടുന്നു. മൾട്ടി കളർ പ്രസ്സുകൾ എന്ന് വെച്ചാൽ ഒരു പ്രസ് പാസിൽ തന്നെ ഒന്നിലധികം നിറങ്ങൾ നമുക്ക് അച്ചടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രിന്റിംഗ് പ്രസ്സുകളെയാണ് നമ്മൾ മൾട്ടി കളർ പ്രസ്സുകൾ എന്ന് വിളിക്കുക. അതായത് സയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ 4 കളറുകളും ഒറ്റ പ്രസ് പാസിൽ തന്നെ നമുക്ക് അച്ചടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രിന്റിംഗ് പ്രസ്സുകളെ നമുക്ക് മൾട്ടി കളർ പ്രിന്റിംഗ് പ്രസ്സുകൾ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഒറ്റ പ്രിന്റിംഗ് യൂണിറ്റ് ഉള്ള പ്രിന്റിംഗ് പ്രസ്സുകളെ നമ്മൾ സിംഗിൾ കളർ പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. അത്തരം പ്രസ്സുകളിൽ വ്യത്യസ്തങ്ങളായ തവണകൾ അല്ലെങ്കിൽ ഒന്നിലധികം തവണകളായി പേപ്പറുകൾ ഫീഡ് ചെയ്തുകൊണ്ട് മൾട്ടി കളർ അച്ചടി നമുക്ക് സാധ്യമാണ്. അപ്പം ഇങ്ങനെ പ്രിന്റിംഗ് പ്രസ്സുകളെ നമുക്ക് വ്യത്യസ്തങ്ങളായി തരംതിരിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രിന്റ് പ്രൊട്ടക്ഷൻ വർക്ക് ഫ്ലോയിലെ 5ാമത്തെ പ്രൊസീജിയറായ ബൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ബൈൻഡിങ്, അതുപോലെ തന്നെ എന്താണ് ഫിനിഷിംഗ് എന്നത് നമുക്ക് നോക്കാം. പ്രിന്റ് ചെയ്ത് ആക്ച്വൽ ഇമേജ് ട്രാൻസ്ഫർ പ്രോസസ്സിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബൈൻഡിങ് ആൻഡ് ഫിനിഷിംഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെ, അച്ചടിച്ച മെറ്റീരിയൽ നമുക്ക് പുറത്ത് കിട്ടിയതിനു ശേഷം ആ പ്രിന്റഡ് മെറ്റീരിയലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ബൈൻഡിങ് എന്താണെന്ന് നോക്കാം. ബൈൻഡിങ് എന്ന് വെച്ചാൽ അച്ചടിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെ പരസ്പരം യോജിപ്പിച്ച് ഒരു ബുക്കിന്റെയോ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ലീഫ്ലെറ്റിന്റെയോ മറ്റു രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് ബൈൻഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അച്ചടിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഷീറ്റുകളെയെല്ലാം പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് ഒരു ബുക്കിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് ബൈൻഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്ക് ബൈൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ പശ ഉപയോഗിച്ച് പരസ്പരം കൂട്ടി ഒട്ടിച്ച് നമ്മൾ ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നി നമ്മൾ ബുക്കിന്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാപ്ലറും മറ്റും ഉപയോഗിച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ബൈൻഡ് ചെയ്തെടുക്കാറുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ അച്ചടിച്ച് കിട്ടിയിരിക്കുന്ന വസ്തുക്കളെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് ബൈൻഡിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിനിഷിംഗ് ആണ്. ബൈൻഡിങ്ങിന് ശേഷം ആ പ്രിന്റ് ചെയ്തെടുത്ത വസ്തുവിൽ അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഫിനിഷിംഗ് ഓപ്പറേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പ്രിന്റ് ചെയ്ത് ബൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ആ പ്രിന്റഡ് മെറ്റീരിയലിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഭംഗി ഒക്കെ കൂട്ടിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഫിനിഷിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോയിലിംഗ്, വാർണിഷിംഗ്, ലാമിനേറ്റിംഗ്,
ട്രിമ്മിങ്, കട്ട് ചെയ്തെടുക്കുന്ന ട്രിമ്മിങ്, ഡൈ കട്ടിങ്, ചില പ്രത്യേക രൂപത്തിൽ വശങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്, പെർഫറേഷൻ, ചില ദ്വാരങ്ങളൊക്കെ ഇട്ട് കീറിയെടുക്കാൻ പാകത്തിന് ആ ഷീറ്റിനെ തയ്യാറാക്കുന്നത്, പഞ്ച് ചെയ്യുന്നത്, മടക്കിയെടുക്കുന്ന, ഫോൾഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്, മുറിച്ചെടുക്കുന്ന പ്രോസസ്, ചിലപ്പോൾ എംബോസ് ചെയ്തെടുക്കുന്ന പ്രോസസ്, ഇതൊക്കെ നമ്മൾ ഫിനിഷിംഗ് ഓപ്പറേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക നമ്മുടെ പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്ന വസ്തുവിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത്തരത്തില് ആ പ്രോഡക്റ്റിന്റെ ഭംഗി ഒന്നുകൂടി കൂട്ടിയെടുക്കാനായിട്ട് ഫിനിഷിംഗ് എന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയിലെ 6ാമത്തെ പ്രൊസീജിയർ ആയിട്ടുള്ള ലോജിസ്റ്റിക് എന്നതിനെ കുറിച്ചാണ്. എന്താണ് ലോജിസ്റ്റിക് എന്ന് നമുക്ക് പരിചയപ്പെടാം. ലോജിസ്റ്റിക് എന്നത് പ്രിന്റ് ചെയ്ത മെറ്റീരിയൽ അത് പാക്ക് ചെയ്ത് എൻഡ് യൂസറിലേക്ക് എത്തിക്കുക എന്നാണ്, ഡെലിവർ ചെയ്ത് കൊടുക്കുക എൻഡ് യൂസറിന്, അവസാനത്തെ ഉപഭോക്താവിന് അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നതാണ് ലോജിസ്റ്റിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് അച്ചടിച്ചെടുത്തിരിക്കുന്ന മെറ്റീരിയൽ അത് പാക്ക് ചെയ്ത് നമ്മുടെ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ലോജിസ്റ്റിക് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നു. ലോജിസ്റ്റിക് എന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കണ്ടന്റിന്റെ, ആ പ്രിന്റഡ് മെറ്റീരിയലിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. യാതൊരു തരത്തിലുള്ള കേടുപാടും കൂടാതെ അത് എൻഡ് യൂസറിലേക്ക് എത്തിക്കുക എന്നതാണ് ലോജിസ്റ്റിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രിന്റ് പ്രൊഡക്ഷൻ വർക്ക് ഫ്ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട കുട്ടികൾ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.